ഗാസ യുദ്ധകാലത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് രഹസ്യ രേഖകൾ ചോർത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ചീഫ് ഓഫ് സ്റ്റാഫിനെ കസ്റ്റഡിയിലെടുത്തു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സഹായിയായ ബ്രഹ്മൻ എന്ന വ്യക്തിയെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ആദ്യം പേര് വെളിപ്പെടുത്താൻ ഇസ്രായേൽ തയ്യാറായിരുന്നില്ല. പിന്നീട് ചില മാധ്യമങ്ങളാണ് ഈ പേര് കണ്ടെത്തിയതും. അതേപോലെ തന്നെ ലവാഗ് 433 മേജർ ക്രൈംസ് യൂണിറ്റ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരികയാണ്. ഏകദേശം 13 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചോദ്യം ചെയ്യലിനൊടുവിൽ തന്നെ വിട്ടയച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് 15 ദിവസത്തേക്ക് വിലക്കുകയും 30 ദിവസത്തേക്ക് ഇസ്രായേൽ വിടുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ വ്യക്തമായ ഒമർ മൻസൂറിനെയും ഇതേ വിഷയത്തിൽ തന്നെ ചോദ്യം ചെയ്തതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 2024 ഓഗസ്റ്റിൽ റാഫേൽ 6 ഇസ്രായേലി ബന്ദികളെ ഹമാസ് വധിച്ചതിനെ തുടർന്നുണ്ടായ കടുത്ത പ്രതിഷേധത്തിനിടയിലാണ് ഈ ഒരു ചോർച്ച കേസ് പുറത്തു വന്നിരിക്കുന്നത്. ഈ സംഭവം സർക്കാരിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. അതേസമയം ഗാസയിൽ ഇപ്പോഴും ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തുടരുകയാണ്. ഗാസയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 2 മുതിർന്ന ഹമാസ് നേതാക്കളെ കൊലപ്പെടുത്തിയതായും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിക്കുകയും ചെയ്തു.